ഇപ്പോൾ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ a 0.5% aqueous solution of glucose is isotonic with 0.2% aqueous solution of an unknown non-electrolyte X. Find the molecular mass of X. നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചേക്കും. നമുക്ക് തന്നിരിക്കുന്ന ഒരു 0.5% സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. It is isotonic with 0.2% solution of a non-electrolyte. Non-electrolyte എന്ന് പറഞ്ഞാൽ അതിന് ഡിസോസിയേഷനോ അസോസിയേഷനോ ഒന്നും സംഭവിക്കുന്നില്ല. Non-electrolyte X. രണ്ട് സൊല്യൂഷൻസ് ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻസ് സെയിം ആയിരിക്കും. ഓസ്മോട്ടിക് പ്രഷർ സെയിം ആവും. ഓസ്മോട്ടിക് പ്രഷർ സെയിം ആവണമെങ്കിൽ അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ സെയിം ആവും. ഇതുപോലുള്ള രണ്ട് നോൺ ഇലക്ട്രോലൈറ്റുകൾ ഐസോട്ടോണിക് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നാമത്തേതിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷനെ അതിന്റെ റെസ്പെക്റ്റീവ് മോളിക്കുലാർ മാസ് 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പെർസെൻറ്റേജ് കോമ്പോസിഷനെ നമ്മൾ അതിന്റെ മോളിക്കുലാർ മാസ് അൺനോൺ സൊല്യൂട്ട് ആയതുകൊണ്ട് മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു എം. ഐസോട്ടോണിക് ആകുമ്പോൾ അതിന്റെ മോളാർ കോൺസെൻട്രേഷൻസ് സെയിം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇതിന് രണ്ടിനെയും ഈക്വേറ്റ് ചെയ്യാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഡിവൈഡ് ബൈ റെസ്പെക്റ്റീവ് മോളിക്കുലാർ മാസിനെ നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. Therefore, M is equal to molecular mass M is equal to 180 into 0.2 divided by 0.5. This is equal to 0.5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 times 50 and 30, 36. That is equal to 36 into 2, that is 72. ഇതാണ് ഇതിന്റെ മോളിക്കുലാർ മാസ്. ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് രണ്ട് പെർസെൻറ്റേജ് കോമ്പോസിഷൻസ് ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ ആ പെർസെൻറ്റേജ് കോമ്പോസിഷൻസിനെ നിങ്ങൾ റെസ്പെക്റ്റീവ് മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. നമുക്ക് അൺനോൺ സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം.